ഗായ്സ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ഗ്രാനി. കളിക്കാൻ പോവാണ്. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായി ഗ്രാനി കളിച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് കളിക്കേണ്ട വലിയ അറിവൊന്നും ചെയ്യാം. അറിയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞുതരാം. ആദ്യം ഫസ്റ്റ് ഡേ ഗ്രാനി തള്ളനെ കണ്ടു ഉണരണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കഥയുടെ തുടക്കമിതാണ്. ഞാൻ ആദ്യ ദിവസം എഴുന്നേൽക്കുന്നു. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് നടക്കുന്നു. ഞാൻ അവിടെയൊക്കെ തപ്പിത്തിരിഞ്ഞ് അവിടെ വല്ലതുമുണ്ടോ എന്ന് അന്വേഷിക്കുന്നു. അതിനുശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഒന്നുമില്ലെന്ന്. അങ്ങനെ ഞാൻ പുറത്ത് വരുമ്പോഴായിരുന്നു ആ ഗ്രാനി വരുന്നത്. അപ്പോൾ എൻ്റെ മൊബൈൽ ലാഗടിക്കാൻ തുടങ്ങി. അപ്പോൾ മനസ്സിലാക്കി ഗ്രാനിയുടെ പവർ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് മണ്ടിപ്പോയി. അതിനുശേഷം ഞാൻ ഇവിടുത്തെ ഡോറ് തുറന്ന് ഗ്രാനി തള്ളയെ വെട്ടിച്ചു കൊണ്ടുപോയി. ശേഷം ഡോറ് തുറന്ന് ഞാൻ മുകളിലേക്ക് പോയി. അവിടെ നിന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഗ്രാനി തള്ള വരുന്നു. അയ്യോ അമ്പമ്പോ, അവിടെ ഞാൻ ചത്തു വീണു. ഓട്ടയിലൂടെ വീണ എന്നെ രക്ഷിച്ച തള്ള വീണ്ടും അവിടെ ഒരു പരീക്ഷണത്തിനായി കിടത്തി. അങ്ങനെ ഞാൻ ആ ഗ്രാനി തള്ളയോട് കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഗ്രാനി തള്ളയെ, നീ എന്താ ഇത്രയും നന്മ മനസ്സായത്? അങ്ങനെ വീണ്ടും ഞാൻ അവിടെ നിന്നേക്കുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്നേക്കുന്നു. എനിക്ക് ഗ്രാനി തള്ളയോടുള്ള കിടപ്പാട് കൂടിക്കൂടി വരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും എന്നെ അടിക്കാൻ വന്നപ്പോൾ കുട്ടികളെ തല്ലുന്നത് പോലെ ഒരു വടിയുമെടുത്ത് എൻ്റെ പിന്നാലെ വരുന്നു. അമ്മൂമ്മ എന്നെ പുറത്ത് കടക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് അച്ഛനെയും വിളിച്ച് ഞാൻ മണ്ടുന്നു. അച്ഛാ, ഓടി വരണേ ഓടി വരണേ എന്ന് വിളിക്കുന്നു. മകനേ, ഇങ്ങോട്ട് പോ എന്ന് അച്ഛൻ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അത് കേട്ട് ഞാൻ അവിടെ ഗ്രാനി തള്ള വരുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം കൂന്നിരുന്നു കൊണ്ട് ഞാൻ ആ ഓട്ടയിലൂടെ കടക്കുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അവിടെ ഒരു കത്തുണ്ടായിരുന്നു എന്ന്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഓട്ടയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ ഒരു ശബ്ദം കേട്ടു, വേർ ആർ യു? അപ്പം തന്നെ ഞാൻ ഭയക്കാൻ തുടങ്ങി. കാരണം അത് ഗ്രാനിയാണ്. അങ്ങനെ ഞാൻ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. വിഷമത്തിൽ എൻ്റെ നെഞ്ഞ് ടപ്പേ 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 എന്നടിക്കുന്നുണ്ടായിരുന്നു. പേടിച്ചുകൊണ്ടാണെങ്കിലും ധൈര്യം സംഭരിച്ച് ഞാൻ അതിൻ്റെ മുകളിലോട്ട് കയറി. അതിനുശേഷം ഞാൻ അവിടെയൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഗ്രാനി ഒരു സാധാരണ വ്യക്തിയല്ല, ഒരു സീക്രട്ട് ഏജൻ്റാണെന്ന്. കാരണം ഞാൻ അവിടെ ഒരു ഇറച്ചി വെട്ടുകാരൻ്റെ അടുത്ത് പോയപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇറച്ചി തൂക്കിയെടുത്ത് അതിൻ്റെ ബാക്കിൽ ഒരു സീക്രട്ട് ഡോർ. അങ്ങനെ ഞാൻ മനസ്സിലാക്കി ഒരു കീ അവിടെയുള്ളത്. അങ്ങനെ ഞാൻ അതും എടുത്ത് അവിടുന്ന് പോയി അണ്ടർഗ്രൗണ്ട് ഏജൻസിയായ ഗ്രാനി തള്ളയുടെ അടുത്തേക്ക്. അങ്ങനെ ഞാൻ ഇവിടുന്ന് പുറത്ത് കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു ചെറിയൊരു അബദ്ധം പറ്റിയോ എന്ന സംശയത്തിൽ ഞാൻ മുകളിലോട്ട് കയറി പോകുന്നത്. അങ്ങനെ ആ അത്ഭുത കാഴ്ച ഞാൻ കാണുകയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ കയറി ചെന്നപ്പോൾ എൻ്റെ തലയിലേക്ക് ഗ്രാനി തള്ള അടിക്കുന്നു. അമ്പോ, ഞാൻ ചത്തേ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കുന്നു. ബാക്കി കഥകൾ കേൾക്കാൻ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും കാണാം. ബായ് എന്ന് പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഗ്രാനി ഈസ് നിസാരക്കാരി അല്ല, അവർക്ക് ഒരു വലിയ സൈന്യം അവരുടെ പുറകിലുണ്ട്. വീണ്ടും കാണാം നല്ല ഗ്രാനി തള്ളയുടെ കൂടെ.